പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ പറയുന്നത് നമുക്ക് ഈ വാട്സാപ്പിലെ ബീറ്റ വേർഷൻ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇതെങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. കാര്യം ഏത് ഫീച്ചർ നമ്മുടെ വാട്സാപ്പിൽ വന്നാലും ശരി തന്നെ ആദ്യം ബീറ്റ വേർഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഒരു ടെസ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത്. പറഞ്ഞാൽ ഈ ബീറ്റ വേർഷനാണ്. അതിൽ ഉള്ള ആൾക്കാരുടെ അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് ഒരു ഫീച്ചർ വാട്സാപ്പ് ഒഫീഷ്യലായിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ബീറ്റ വേർഷൻ എന്ന് പറയുന്നത്. ഏത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന ഏകദേശമുള്ള ആപ്ലിക്കേഷനെല്ലാം ഈ ബീറ്റ വേർഷൻ ഉണ്ട്. ഈ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ടെക് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്തായാലും നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അവൈലബിൾ അല്ല. അപ്പോൾ ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്നാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് സെർച്ച് ബാറിൽ നമ്മൾ വാട്സപ്പ് ബീറ്റ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കാണുന്ന വാട്സപ്പ് ബീറ്റ ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ടെസ്റ്റിലേക്ക് നമുക്ക് ചേരാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചതിന് ഉള്ള നന്ദി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ നമുക്കത് കിട്ടത്തില്ല. അതെന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും നമ്മളതൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇതിലേക്ക് കയറണം. അങ്ങനെ കുറച്ച് പ്രാവശ്യമായാൽ മാത്രമേ ഈ ഓപ്ഷൻ മാറി നമുക്ക് ബീറ്റ വേർഷൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഒരു 4-5 പ്രാവശ്യം നമ്മളിതുപോലെ റീഫ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ചെയ്യുക. ബികോം എ ടെസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിച്ചു. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്നുള്ള ഒരു ഇത് കാണാൻ സാധിച്ചു. നമ്മളതിൽ ഡൗൺലോഡ് ഇറ്റ് ഓൺ ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു നീല അക്ഷരത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് മെസ്സഞ്ചർ ബീറ്റ അപ്ഡേറ്റ്. ഇതിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മളിനി വാട്സപ്പിൻ്റെ ബീറ്റ വേർഷനാണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പുതിയ പുതിയ ഫീച്ചറുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സപ്പിൽ തന്നെ, നമ്മൾ ഉപയോഗിച്ചിരുന്ന വാട്സാപ്പിൽ തന്നെ നമുക്കിതുപോലെ പുതിയ പുതിയ ഫീച്ചറുകളും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബീറ്റ വേർഷൻ വേണ്ട, നമുക്ക് നമ്മുടെ സാധാരണ വാട്സപ്പ് മതി, ഒഫീഷ്യലായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള വാട്സപ്പ് മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കെന്ത് ഇതിൽ നിന്ന് പുറത്തിറങ്ങാം. നമുക്ക് സാധാരണ വാട്സപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബീറ്റ വേർഷൻ ഉപയോഗിക്കാവുന്നതാണ്.